ഹായ് ഫ്രണ്ട്സ്, LP, UP സിലബസ് അധിഷ്ഠിത ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആവർത്തന പട്ടികയെക്കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിളാണ്, ആധുനിക പീരിയോഡിക് ടേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 118 മൂലകങ്ങളാണുള്ളത്, 18 ഗ്രൂപ്പ്, 7 പീരിയഡ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇതിൽ ആവർത്തന പട്ടികയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ക്രമാവർത്തന പ്രവണതകൾ എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. അതായത് ഒരു മൂലകത്തിൻ്റെ സവിശേഷതകൾ ഗ്രൂപ്പിൽ എങ്ങനെയാണ്, പീരിയഡിൽ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴും പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും മൂലകങ്ങളുടെ രാസപരവും ഭൗതികവുമായ ഗുണങ്ങളിൽ പ്രകടമായ ഒന്നിലധികം ക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങളാണ് ക്രമാവർത്തന പ്രവണതകൾ എന്ന ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഷെല്ലെന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വൃത്താകൃതിയിലുള്ള സഞ്ചാരപാതകളാണ് ഷെല്ലുകൾ. ഒരാറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വൃത്താകൃതിയിലുള്ള സഞ്ചാരപാതകളാണ് ഷെല്ലുകൾ. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം കൂടി വരുന്നു. അപ്പം ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. ഒന്നാമത്തെ ഷെല്ലായ K ഷെല്ലാണ് ഏറ്റവും ഊർജ്ജം കുറഞ്ഞ ഷെല്ല്. ഇനി സബ് ഷെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷെല്ലിനുള്ളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഊർജ്ജ നിലകളാണ് സബ് ഷെല്ലുകൾ അഥവാ ഉപഷെല്ലുകൾ. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? 2n² എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് 2n² എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. n എന്നത് ഷെൽ നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഷെല്ലുകളെ നമ്മൾ K, L, M, N എന്നീ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചോ 1, 2, 3, 4 എന്നീ സംഖ്യകൾ ഉപയോഗിച്ചോ നമ്മൾ സൂചിപ്പിക്കുന്നു. ഷെല്ലുകൾ മുഖ്യ ഊർജ്ജ നിലകളാണ് ഷെല്ലുകൾ. മുഖ്യ ഊർജ്ജ നിലകളെന്നും ഷെല്ലുകളെ നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്താനുള്ള ഇക്വേഷനാണ് 2n². അപ്പോൾ സബ് ഷെല്ലുകൾ സബ് ഷെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷെല്ലിനുള്ളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഊർജ്ജ നിലകളാണ് സബ് ഷെല്ലുകൾ. സബ് ഷെല്ലുകളെ S, P, D, F എന്നീ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇനി S ബ്ലോക്ക് മൂലകങ്ങളെയും P ബ്ലോക്ക് മൂലകങ്ങളെയും ഒരുമിച്ച് പറയുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയും. S ബ്ലോക്ക് മൂലകങ്ങളെയും P ബ്ലോക്ക് മൂലകങ്ങളെയും ഒരുമിച്ച് പറയുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. ഇനി D ബ്ലോക്ക് എലമെൻറ്റ്സ് ആണെങ്കിൽ സംക്രമണ മൂലകങ്ങളാണ് D ബ്ലോക്ക് എലമെൻറ്റ്സ്. S ബ്ലോക്ക് മൂലകങ്ങളെയും P ബ്ലോക്ക് മൂലകങ്ങളെയും ഒരുമിച്ച് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. അതായത് 1ഉം 2ഉം ഗ്രൂപ്പുകൾ S ബ്ലോക്കാണ്. 3 മുതൽ 12 വരെ D ബ്ലോക്ക്, 13 മുതൽ 18 വരെ P ബ്ലോക്ക്. പിന്നെ അതുപോലെ ലാന്തനേഴ്സും ആക്റ്റിനേഴ്സിനും ശേഷം വരുന്നത്, അതായത് ലാന്താനത്തിനും ആക്റ്റിനത്തിനും ശേഷം വരുന്നത് F ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകൾ നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ആറ്റത്തിൻ്റെ വലുപ്പം. പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലുപ്പം വർദ്ധിച്ചു വരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആറ്റത്തിൻ്റെ വലുപ്പം? പീരിയോഡിക് ടേബിളിൽ
ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും എന്താണ് സംഭവിക്കുന്നത്? ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു. അപ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു? ആറ്റത്തിൻ്റെ വലുപ്പം കൂടി വരുന്നു. പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അപ്പോൾ അട്രാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കൂടുന്നു. എന്നാൽ ഇവിടെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ബാഹ്യതമ ഇലക്ട്രോണുകളിൽ മേലുള്ള ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലം കൂടുന്നു. അതിനാൽ ആറ്റത്തിൻ്റെ വലുപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനാൽ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു. എന്നാൽ പീരിയഡിൽ എന്താ സംഭവിക്കുന്നത്? പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും എന്താണ് സംഭവിക്കുന്നത്? ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. എന്നാൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ മേലുള്ള ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് ആറ്റത്തിൻ്റെ വലുപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. പിന്നെ അതുപോലെ അടുത്ത ഒരു ക്രമാവർത്തന പ്രവണതകളിൽ പറയാനുള്ളത്, ഒന്നാമത്തത് ആറ്റത്തിൻ്റെ വലുപ്പം, പിന്നെ അയോണീകരണ ഊർജം. എന്താണ് അയോണീകരണ ഊർജം എന്ന് പറഞ്ഞാൽ? വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ല് എന്നാണ് കേട്ടോ അത്. ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജമാണ് ആ മൂലകത്തിൻ്റെ അയോണീകരണ ഊർജം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു വാതക ആറ്റത്തിൽ നിന്നോ അയോണിൽ നിന്നോ ഒരു ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജം. ഇപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ പുറന്തള്ളാൻ ആവശ്യം, അതായത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇങ്ങനെ വേറെ ആൾക്ക് വിട്ടുകൊടുക്കാൻ ആവശ്യമായ ഊർജം പ്രയോഗിക്കുന്ന ഊർജമാണ് അയോണീകരണ ഊർജം. ഒരു വാതക ആറ്റത്തിൽ നിന്നോ അയോണിൽ നിന്നോ ഒരു ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജമാണ് അയോണീകരണ ഊർജം. അപ്പോൾ അയോണീകരണ ഊർജം രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചാണ്. ഒന്നാമത്തത് ന്യൂക്ലിയർ ചാർജ്, രണ്ടാമത്തത് ആറ്റത്തിൻ്റെ വലുപ്പം. അയോണീകരണ ഊർജം ആശ്രയിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണ് ന്യൂക്ലിയർ ചാർജും ആറ്റത്തിൻ്റെ വലുപ്പവും. അപ്പം നമുക്ക് നോക്കാം, ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അയോണീകരണ ഊർജത്തിന് എന്ത് സംഭവിക്കുന്നു, ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ അയോണീകരണ ഊർജം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ പുറന്തള്ളാൻ ആവശ്യമായ ഊർജമാണ് അയോണീകരണ ഊർജം. ഇതിൽ പൊതുവെ ന്യൂക്ലിയർ ചാർജ് കൂടുകയും ആറ്റത്തിൻ്റെ വലുപ്പം കുറയുകയും ചെയ്യുമ്പോൾ ബാഹ്യതമ ഇലക്ട്രോണുകളിൽ മേലുള്ള ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലം കൂടുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടുതൽ എനർജി അല്ലെങ്കിൽ ഈ അയോണീകരണ എനർജി കൂടുതൽ ഉപയോഗിക്കണം, എന്നാലേ അവർക്ക് ഇലക്ട്രോണിനെ പുറന്തള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ അയോണീകരണ ഊർജം കൂടുന്നു. എന്താ പറഞ്ഞത്? ന്യൂക്ലിയർ ചാർജ് കൂടുക. ന്യൂക്ലിയർ ചാർജും ആറ്റത്തിൻ്റെ വലുപ്പമാണ് അയോണീകരണ ഊർജത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുക, ആറ്റത്തിൻ്റെ വലുപ്പം കുറയുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ബാഹ്യതമ ഇലക്ട്രോണുകളിൽ മേലുള്ള ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലം കൂടും. അങ്ങനെ കൂടുമ്പോൾ കൂടുതൽ എനർജി പ്രയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ ആ ഇലക്ട്രോണിനെ പുറന്തള്ളാൻ പറ്റുക. അപ്പോൾ അയോണീകരണ ഊർജം കൂടുന്നു. ഒരു ഗ്രൂപ്പിൽ ഇനി എങ്ങനെയാണ് അത് ഗ്രൂപ്പിൽ പീരിയഡിൽ നമുക്ക് നോക്കാം. ഈ ഭാഗത്ത് നിന്നുള്ള എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും അയോണീകരണ ഊർജം പൊതുവെ കുറഞ്ഞു വരുന്നു. പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും അയോണീകരണ ഊർജം പൊതുവെ കൂടി വരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അല്ലെങ്കിൽ ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കുറഞ്ഞിരിക്കും. അപ്പോൾ അയോണീകരണ ഊർജം കുറവ് മതി. പക്ഷേ പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു ആറ്റത്തിൻ്റെ വലിപ്പത്തിന് ഷെല്ലുകൾ അതേ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയാണ് ഇല്ല. പക്ഷേ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്, ആകർഷണ ബലം കൂടുതലാണ്. അപ്പോൾ ആകർഷണ ബലം ന്യൂക്ലിയസ്
ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുമായിട്ടുള്ള ആകർഷണ ബലം കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ അയോണീകരണ ഊർജം വേണം. അതുകൊണ്ടാണ് പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും അയോണീകരണ ഊർജം കൂടുതലായിട്ട് വരുന്നത്. ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുന്തോറും അയോണീകരണ ഊർജം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ലോഹ സ്വഭാവം. അതായത് ലോഹങ്ങൾ എന്താണ്, സാധാരണയായി രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നത് കൊണ്ട് ലോഹങ്ങളെ നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ലോഹങ്ങൾ എന്താ ചെയ്യുന്നത്, സാധാരണയായി രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ്, ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആറ്റത്തിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തുല്യമായിരിക്കും. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ചാർജ് പോവുക. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് പോകുമ്പോൾ എന്തുണ്ടാവും, പോസിറ്റീവ് ചാർജ് കൂടും. അപ്പോൾ അത് പോസിറ്റീവ് അയോണുകളായിട്ട് മാറും. അപ്പോൾ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായിട്ട് മാറും. അപ്പോൾ ഏതാണ് ആറ്റം അത് സ്വീകരിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതിന് നെഗറ്റീവ് ചാർജായിരിക്കും കൂടുതൽ കിട്ടുക. അപ്പോൾ ലോഹങ്ങൾ എങ്ങനെയാണ്, ലോഹങ്ങൾ സാധാരണയായി രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നത് കൊണ്ട് ലോഹങ്ങളെ നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു. പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കുറയുന്നു. ഇനി അലോഹ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ്. അലോഹങ്ങൾ സാധാരണയായി രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറുന്നത് കൊണ്ട് അലോഹങ്ങളെ ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അലോഹങ്ങൾ സാധാരണയായി രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ സ്വീകരിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇലക്ട്രോണുകൾ സ്വീകരിക്കുമ്പോൾ കൂടുതൽ നെഗറ്റീവ് ചാർജ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായി മാറും, നെഗറ്റീവ് അയോണുകളായി മാറുന്നത് കൊണ്ട് അലോഹങ്ങളെ ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇനി, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും അലോഹ സ്വഭാവം കുറഞ്ഞു വരുന്നു. പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും അലോഹ സ്വഭാവം കൂടി വരുന്നു. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി അടുത്തതായിട്ട് ക്രമാവർത്തന പ്രവണതകളിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതാത് ആറ്റത്തിൻ്റെ കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സഹസംയോജക ബന്ധനത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ട് ആറ്റങ്ങൾക്കിടയിൽ സഹസംയോജന ബന്ധനത്തിൽ ഇലക്ട്രോണുകൾ പങ്കുവെക്കുക ചെയ്യുന്നത്. അങ്ങനെ പങ്കുവെച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും എന്താണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി വരുന്നു. അപ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. പീരിയഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി വരുന്നു. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ഗ്രൂപ്പാണ് 17ാമത്തെ ഗ്രൂപ്പ്. 0 ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത് 18ാമത്തെ ഗ്രൂപ്പിൽ. ഇനി നമുക്ക് ഇതൊക്കെ ഒരു ടേബിൾ രൂപത്തിൽ നമുക്ക് നോക്കാം. ഈ ടേബിൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നോക്കുന്നത് ഈ 4 കാര്യങ്ങളാണ്. ആറ്റത്തിൻ്റെ വലുപ്പം, അയോണീകരണ ഊർജം, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോ പോസിറ്റിവിറ്റി. അപ്പോൾ അതിൽ ഗ്രൂപ്പിൽ താഴോട്ട് പീരിയഡിൽ എന്താണ് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം ഗ്രൂപ്പിൽ താഴോട്ട് എന്താണ് സംഭവിക്കുന്നത്, ആറ്റത്തിൻ്റെ വലുപ്പം കൂടി വരുന്നു. എങ്ങനെയാണ് കൂടുന്നത്,
ഷെല്ലുകളുടെ എണ്ണം കൂടി വരുന്നതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. എന്നാൽ ആറ്റത്തിൻ്റെ വലിപ്പത്തിന് പീരിയഡിൽ എന്താ സംഭവിക്കുന്നത്? പീരിയഡിൽ കുറഞ്ഞു വരാണ്. പീരിയഡിലാണെങ്കിൽ ഷെല്ലുകളുടെ എണ്ണം ഒരേപോലെയാണ്, വലിപ്പം കുറഞ്ഞു വരാണ്. പക്ഷേ ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടുതലാണ്. അതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നില്ല, ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടുതലാണ്. അതിനാൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളിൽ മേലുള്ള ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലം കൂടുന്നു. അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. ഇനി അയോണീകരണ ഊർജം എന്താണ് പറഞ്ഞത്? അയോണീകരണ ഊർജം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അയോണീകരണ ഊർജം കുറയുന്നു. അതായത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും അയോണീകരണ ഊർജം കുറഞ്ഞു വരുന്നു. അയോണീകരണ ഊർജം കൂടിയ ഗ്രൂപ്പ് 18ാമത്തെ ഗ്രൂപ്പാണ്. പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും അയോണീകരണ ഊർജം കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും എന്താണ് സംഭവിക്കുന്നത്? അയോണീകരണ ഊർജം കുറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ആറ്റത്തിൻ്റെ വലിപ്പം കൂടുകയാണ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അയോണീകരണം ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാൻ കുറച്ച് എനർജി അയോണീകരണ ഊർജം പ്രയോഗിച്ചാൽ മതി. അപ്പോൾ അതേപോലെ പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല ആറ്റത്തിൻ്റെ. പക്ഷേ ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് അയോണീകരണ ഊർജം കൂടുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു. പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കുറയുന്നു. ഇനി അതുപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണ്? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു. പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. അപ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്താണ്? ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ഒരു ആറ്റത്തിൻ്റെ കഴിവാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. അപ്പോൾ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറവാണെങ്കിൽ മാത്രമേ ഇലക്ട്രോണിനെ ഈസി ആയിട്ട് വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുന്നു. ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു. അപ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള പ്രവണത കൂടുന്നു. അതായത് ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലാണ്. എന്നാൽ പീരിയഡിൽ എന്താണ്? പീരിയഡിൽ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നില്ല. ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നില്ല. എന്നാൽ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രോണിനെ ഒരിക്കലും വിട്ടുകൊടുക്കണില്ല. അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിനെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയുന്നു. അപ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് എന്താണ്? ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുന്നു. അതേപോലെ പീരിയഡിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയുന്നു. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഡി ആണ്. ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കൂടി വരുന്നു. പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കുറഞ്ഞു വരുന്നു. അയോണീകരണ ഊർജം ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ കുറയുന്നു. അതുപോലെ പീരിയഡിൽ കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കുറയുന്നു. പീരിയഡിൽ ഇടത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കൂടുന്നു. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ കൂടുന്നു. പീരിയഡിൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളും അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇപ്പോൾ അയോണീകരണ ഊർജം, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോ പോസിറ്റിവിറ്റി, ആറ്റത്തിൻ്റെ വലിപ്പം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ എങ്ങനെയാണ്, പീരിയഡിൽ എങ്ങനെയാണ്, ഈ കാര്യങ്ങളാണ് ക്രമാവർത്തന പ്രവണതകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക.
അപ്പോൾ എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓടിച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടെ പഠിക്കാൻ എക്സാമിൻ്റെ 2 ദിവസം മുമ്പോ തലേ ദിവസമൊന്നും പറ്റില്ല. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് ഒരു പേജിൽ എഴുതി വെച്ചിട്ട് ആ ടോപ്പിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം ഒരു പേജിൽ കുറിച്ച് വെക്കുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഭാഗം പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ആ ഒരു മൊത്തത്തിൽ ഒന്ന് വായിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തും. ഇനി കെമിസ്ട്രിയിലെ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.